എനിക്കെന്തായാലും ഇഷ്ടപ്പെടും. ഞാൻ അഭിനയിച്ചോളായത് നല്ല റെസ്പോൺസ് ആയിരുന്നു തിയേറ്ററിൻ്റെ ഉള്ളിൽ. ഇനിയിപ്പം നോക്കാം, നമുക്ക് മൗത്ത് പബ്ലിസിറ്റി വഴി ഇനി ബാക്കി ആൾക്കാരൊക്കെ ഇത് മൾട്ടിപ്ലൈ ആവുമോ. ഇപ്പം നമ്മൾ ഈ ഷോയിന് അത്യാവശ്യം ഹൗസ്ഫുള്ളായിരുന്നു. ഇപ്പം നമ്മുടെ തന്നെ സുഹൃത്തുക്കൾ കുറേ പേരുണ്ട്. ഇനി ഇത് മൾട്ടിപ്ലൈ ആവണമല്ലോ, വേറെ സ്ഥലത്തൊക്കെ ഇത് ആൾക്കാർ കയറണം. അപ്പം പ്രതീക്ഷയുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നത്. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്. സോ ഹാപ്പി. ഫസ്റ്റ് മൂവിയാണ്. അതിൻ്റെ എഡിറ്റിങ് മേക്കിംഗ് ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഡയറക്ഷൻ വേറെ നല്ല ഒരു കുഞ്ഞു സിനിമ നല്ല രീതിയിൽ അവർ മേക്ക് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ എടുത്ത് ഇതിൻ്റെ മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയാലും നല്ല രീതിയിൽ അത് ചെയ്തിട്ടുണ്ട്. നല്ല സിനിമയാണ്. നമ്മളെ ഇരുത്തുക, ആ ഒരു മ്യൂസിക്കിൽ നമ്മളെ ഇരുത്തുക, അതാണ്. നല്ലതാണ്. നല്ല സ്റ്റോറിയാണ്, നല്ല പെർഫോമൻസ് ആണ്, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പെർഫോമൻസസ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. കുറച്ച് ഇമോഷണലാണ് അവസാനമാകുമ്പോഴത്തേനും. എല്ലാവരും എന്തായാലും തിയേറ്ററിൽ തന്നെ പോയിട്ട് കാണണം. ഇതൊരു ചെറിയ സിനിമയാണ്, പക്ഷേ എല്ലാവർക്കും വന്ന് ഹാപ്പി ആയിട്ട് ഇരുന്ന് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. സ്റ്റോറി ഭയങ്കര ക്യൂട്ട്, ഫീൽ ഗുഡ് ആയിട്ടുള്ള ഒരു മൂവിയാണ്. പ്രണയം, ഇഷ്ടം, കാര്യങ്ങളൊക്കെ തുറന്നു പറയാനുള്ള ഒരു ഇതിൻ്റെ അത് നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ടെന്ന് വിചാരിക്കും. സ്റ്റോറി ടെല്ലിങ് നല്ല രസമാണ്. അതൊരു ഇച്ചിരി പഴയ ടൈപ്പ് ഒരു മൂവി പോലെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ റീസെൻ്റായിട്ട് കാണുന്ന ടൈപ്പുള്ള ലവ് സ്റ്റോറീസ് അല്ല, ഇച്ചിരി പഴയ ടൈപ്പ്